2025 എക്സ്പ്രസ് എൻട്രിയുടെ പുതിയ കാറ്റഗറി പബ്ലിഷ് ചെയ്ത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിനകത്ത് പല ജോലികൾ ആഡ് ചെയ്യുകയും പലത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ എക്സ്പ്രസ് എൻട്രിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ റിമൂവ് ചെയ്ത ജോലികൾക്ക് പകരം അവരിപ്പോൾ NOC ചേഞ്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 5 വർഷത്തെ ബാനാണ് കാനഡ ഗവൺമെൻറ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിൽ കൂടെ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ ചാനലിൽ കൂടെ പറയാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം നമ്മൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാനഡയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതിന് ശേഷം അതിനുശേഷം PGWP അല്ലെങ്കിൽ PR ആപ്ലിക്കേഷനോ ഒക്കെ മിക്കവാറും സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും. അതിനൊരു ഏജൻസിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമൊന്നും പൊതുവെ എടുക്കാറില്ല. ആ സമയത്ത് വളരെയധികം തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു തെറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2025 എക്സ്പ്രസ് എൻട്രിയിലെ പുതിയ കാറ്റഗറിയിലുള്ള ജോബുകൾ ആഡ് ചെയ്തതും റിമൂവ് ചെയ്തതും ഒക്കെ ഉള്ളത്. അതിൽ തന്നെ പല ആൾക്കാരും ഓൾറെഡി എക്സ്പ്രസ് എൻട്രിയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നവർ അവരുടെ ജോബുകൾ അല്ലെങ്കിൽ അവരുടെ കാറ്റഗറിയൊക്കെ റിമൂവ് ചെയ്ത കാരണം അത് ചേഞ്ച് ചെയ്ത് പുതിയൊരു NOC ആഡ് ചെയ്യുന്നൊരു പതിവുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാനഡ ഗവൺമെൻറ് ഇപ്പം തീരുമാനിച്ചേക്കുന്നത് അവർ 5 വർഷത്തെ ബാൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ചുമ്മാതെ കൊടുക്കുകയല്ല, അതിനൊരു പ്രത്യേക ഒരു അജണ്ടയായിട്ട് അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ കാര്യങ്ങളാണ് ഞാൻ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ കോൺട്രാക്ടർ ആൻഡ് സൂപ്പർവൈസർ ജോബിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഓൾറെഡി എക്സ്പ്രസ് എൻട്രിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് ആ NOC കോഡ് വെച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ആ കോൺട്രാക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസർ എന്നുള്ള ജോബ് കാറ്റഗറി അവർ റിമൂവ് ചെയ്തത്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ചിലപ്പം കാനഡ വന്ന സമയത്തോ ഒക്കെ ഒരു പാർട്ട് ടൈമായിട്ടോ ഒക്കെ ചിലപ്പോൾ ഒരു കുക്കായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവും. ഇപ്പം കുക്കിൻ്റെ പുതിയതായിട്ട് കാറ്റഗറി ആഡ് ചെയ്ത് കാരണം അവരന്ന് NOC ചേഞ്ച് ചെയ്തിട്ട് കുക്കിൻ്റെ കാറ്റഗറിയിൽ അവർ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ കാനഡ ഗവൺമെൻറ് ആദ്യം തന്നെ അവർക്കൊരു ലെറ്റർ അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് NOC ചേഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനൊരു ജസ്റ്റിഫൈ ആയിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ഇനി ഒരു 5 വർഷത്തേക്ക് ഈ എക്സ്പ്രസ് എൻട്രിയിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ബാൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നാട്ടിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ കാനഡ ഗവൺമെൻറ് നമ്മൾ എന്തൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പോലും അവരുടെ സിസ്റ്റത്തിലുണ്ടാവും. അത് നമ്മുടെ പേരിൻ്റെ അണ്ടറിലായിരിക്കും അതെല്ലാം വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അതിനകത്തുണ്ടായിരുന്നത് അതെല്ലാം സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ PGWPയിൽ അപ്ലൈ ചെയ്യുമ്പം അന്നേരം നമ്മൾ എൻട്രി ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇതിന് ശേഷം നമ്മൾ PR-ന് വേണ്ടി എക്സ്പ്രസ് എൻട്രിയിൽ ഒരു കാറ്റഗറിയിൽ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്ത PGWPയും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയും അതുമല്ല അതിന് മുമ്പ് എന്തെങ്കിലും വിസിറ്റിംഗ് വിസ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ വെരിഫൈ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തത് എല്ലാം മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ PR-ൻ്റെ ആപ്ലിക്കേഷൻ അവർ മുന്നോട്ട് നോക്കത്തുള്ളൂ. നമ്മൾ PGWP ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു എഡ്യൂക്കേഷൻ നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ ചേഞ്ച് നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. PR സബ്മിറ്റ് ചെയ്യുമ്പം പുതിയതായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ NOCകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അതേസമയം നമ്മൾ PR-നുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികളോ എന്തെങ്കിലും നമ്മൾ അന്നേരം ആ സമയത്ത് PGWPയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ആപ്ലിക്കേഷനിൽ അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളത് മെൻഷൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് PGWPയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ആ ഇൻഫർമേഷൻ ഒന്നും അതിനകത്ത് പറയാഞ്ഞത് എന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ NOC ചേഞ്ച് ചെയ്യുന്നത് വഴി കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുകയും അതുവഴി PR കിട്ടാനുള്ളൊരു മിസ്റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ ഗവൺമെൻറ്റിന് വരും. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റിഫൈ ആയിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുന്നില്ലാത്ത പക്ഷം ഗവൺമെൻറ് ആ സമയം തന്നെ ഒരു 5 വർഷത്തെ ബാൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലേഡി പുള്ളിക്കാരി ആദ്യം എക്സ്പ്രസ് എൻട്രിയിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു HR മാനേജറായിട്ടുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു അപ്ലൈ ചെയ്തത്. അത് മുന്നോട്ട് പോയില്ല. ആ പ്രൊഫൈലിങ് കുറച്ച് കഴിയുമ്പോൾ എക്സ്പയർ ആവുകയൊക്കെ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഏതൊരു പ്രൊവിൻസിൻ്റെ നോമിനേഷൻ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തപ്പം വേറൊരു കാറ്റഗറിയിലായിരുന്നു ആ ലേഡി അപ്ലൈ ചെയ്തത്. അപ്പം ആലോചിക്കണം, രണ്ടും രണ്ടെണ്ണമാണ്. അതായത് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ ഒരു HR മാനേജറായിട്ടൊരു പൊസിഷനായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ നോമിനേഷനിൽ വേറെ എന്തൊരു പൊസിഷനിലായിരുന്നു ആ ലേഡി അപ്ലൈ ചെയ്തത്. അത് അവർ കണ്ടുപിടിക്കുകയും ആ ലേഡിയെ കാനഡയിലേക്കുള്ള എൻട്രി നിഷേധിക്കുകയാണ് ചെയ്തത്. ആ ലേഡി ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയാണുള്ളത്.
ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണമായിരുന്നു NOC കോഡ് ഇങ്ങനെ തെറ്റായിട്ട് കൊടുത്തത്, ഇനി അത് ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഒരു ലെറ്റർ കാനഡ ഗവൺമെൻറ് നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് അതിനു മുമ്പുള്ള വർക്ക് എക്സ്പീരിയൻസും എല്ലാം ക്ലാരിഫൈ ചെയ്ത് എല്ലാം അതിനകത്ത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. അതേസമയം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം റിസ്ക്കാണ് NOC കോഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാം എക്സ്പ്രസ് എൻട്രിയിൽ ഒരു ഇൻ്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസിന് പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഇൻ്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ആണ് ഇൻ്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എക്സ്പീരിയൻസിന് പോയിൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ പ്രൊഫൈലൊക്കെ ആദ്യം സ്റ്റുഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് പകരം എക്സ്പ്രസ് എൻട്രിയിൽ PR ആപ്ലിക്കേഷൻ സമയത്ത് മാത്രമാണ് നിങ്ങളൊരു ഇൻ്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യാൻ പോകുന്നതെങ്കിൽ അതും ഒരു ബാന് കാരണമാവും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഒരു കുറച്ച് കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കൂടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അത് കാനഡ ഗവൺമെൻറ് മനസ്സിലാവുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇനി പുതിയതായിട്ട് എക്സ്പ്രസ് എൻട്രിയിൽ PR ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങളത് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിക്കും. ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് നിങ്ങളുടെ എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള ആപ്ലിക്കേഷനിലൊന്നും മെൻഷൻ ചെയ്യാത്തത് എന്നുള്ളത്. അതും ഇതിനൊരു ബാന് കാരണമാവും. അതും നിങ്ങളൊരു പുതിയതായിട്ട് ഇനി ഒരു ഇത്രയും നാൾ ക്ലെയിം ചെയ്യാത്തൊരു വർക്ക് എക്സ്പീരിയൻസ് ഒരു കാരണവശാലും PR ആപ്ലിക്കേഷൻ സമയത്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ ഇതിന് മുമ്പുണ്ടാക്കിയ വർക്ക് എക്സ്പീരിയൻസിലെ ഡേറ്റും മാസവും അങ്ങനത്തെ എല്ലാം വീണ്ടും ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് അത് മാച്ച് ആവണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ഒരു 6 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ അത് കാണിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പം പുതിയതായിട്ടുള്ള PRൽ ചിലപ്പോൾ നമുക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കേണ്ടതായിട്ട് വരുമ്പോൾ അന്നുണ്ടാക്കിയ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തതും. അതായത് എന്നാണ് നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മറ്റേതിലും രണ്ടാമത്തേതിലും അത് മാച്ച് ആവണം. എൻഡ് ഡേറ്റ് പിന്നെ ഓഫ് കോഴ്സ് അത് മാറും, കാരണം ആദ്യത്തെ ഒരു 6 മാസമായിരുന്നു, പിന്നെ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ആയിരിക്കും എന്നുള്ളത്. അത് കുഴപ്പമില്ല. പക്ഷേ തുടക്കത്തിലെ സ്റ്റാർട്ടിങ് നമ്മൾ എന്നാണ് ജോലി കയറിയത് എന്നുള്ളത് ഒരു കാരണവശാലും തെറ്റായിട്ട് രേഖപ്പെടുത്താൻ പാടില്ല. അത് നമ്മൾ കാനഡയിൽ ഏത് ആപ്ലിക്കേഷനിലാണോ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് ഒരിടത്ത് പോലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. വർക്ക് എക്സ്പീരിയൻസ് കൂടാതെ തന്നെ ഇൻ കേസ് കാനഡ ഗവൺമെൻറ് നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊരു റെഫറൻസ് ലെറ്ററോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും സാലറി സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനകത്തെ ഡേറ്റുകളെല്ലാം വർക്ക് എക്സ്പീരിയൻസിന് മാച്ച് ആയിട്ടുള്ള ഒരു ഡേറ്റ് തന്നെ ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്. അപ്പം പലർക്കും ഒരു സംശയം ഉണ്ടാവും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ജെനുവിൻ സർട്ടിഫിക്കറ്റ് ആണുള്ളത്, ഒരു ജെനുവിൻ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസോ ഒക്കെയാണോ ഉള്ളത്, പക്ഷേ ഞാൻ മറന്നുപോയി നേരത്തെ ആപ്ലിക്കേഷനിലൊക്കെ സബ്മിറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സത്യസന്ധമായിട്ടായിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് കാനഡ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ആപ്ലിക്കേഷനിൽ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഈ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം നിങ്ങൾ മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം നമുക്ക് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ഗവൺമെൻറ് 5 വർഷത്തേക്ക് നിങ്ങൾ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ ഇനി മുന്നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ബാൻ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങളും കാനഡ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പ്രസ് എൻട്രിയിലോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലും സാധ്യമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് PR ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അത് പാടെ മറന്നേക്കുക. ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോവുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.